നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് വിശ്വാസ സത്യങ്ങൾ തന്നെയാണ്. എന്നാൽ അതിൽ നമ്മൾ ഒരു പടി ഉയരാൻ പോവുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത അർത്ഥത്തിലേക്ക് നമ്മൾ പോകുന്നു. കണ്ടോ, വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത ശക്തി. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് 2-3 ദിവസമായിട്ട് നമ്മൾ സൂചിപ്പിച്ച് വന്ന ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള ഡോഗ്മയാണ് വിശ്വാസ സത്യങ്ങളുടെ ഏറ്റവും പ്രധാന വിശ്വാസ സത്യം. അത് 234 നമ്പർ, എളുപ്പം ഓർക്കാൻ പറ്റിയ നമ്പറാണ്. 234 പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ തന്നെ അന്തസത്തയെ സംബന്ധിക്കുന്ന ദിവ്യ രഹസ്യമാണിത്. ഇക്കാരണത്താൽ വിശ്വാസത്തെ സംബന്ധിക്കുന്ന മറ്റെല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടവും അവയെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചവുമാണത്. വിശ്വാസ സത്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും മൗലികവും സത്താപരവുമായ പ്രബോധനമാണ് പരിശുദ്ധ ത്രിത്വ രഹസ്യം. രക്ഷാചരിത്രം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യദൈവം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തുകയും പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെ തന്നോട് അനുരഞ്ജനപ്പെടുത്തുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്ന മാർഗത്തിൻ്റെ രീതികളുടെ ചരിത്രം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം തന്നെ നോക്കുകയാണെങ്കിൽ ഈ രഹസ്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ആദ്യം പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പിന്നെ പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പിന്നെ പരിശുദ്ധാത്മാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇനി അതിൽ ഈ ഓരോ വ്യക്തികളുടെയും എന്തെല്ലാം പ്രത്യേക കാര്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നു. പിതാവ് സൃഷ്ടാവും സർവാധിപനും സൃഷ്ടാവുമാണ്. പുത്രൻ രക്ഷകനാണ്. പുത്രൻ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ. അപ്പോൾ ആ പുത്രൻ, പിന്നെ പരിശുദ്ധാത്മാവ് ജീവദാതാവ്, പിന്നെ ഇതുമൂലം ഉണ്ടാകുന്ന സഭ. ആ സഭ പുണ്യാന്മാരുടെ ഐക്യം, നിത്യജീവനിൽ വിശ്വസിക്കുന്നു. അപ്പം ഈ ത്രിത്വത്തിൻ്റെ രഹസ്യമാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും നമ്മളെ ക്ലാസ് തുടങ്ങുന്നത് പരിശുദ്ധ രാജകീയ ത്രിത്വമേ. പക്ഷേ അപ്പോൾ ചിലർ പറഞ്ഞു, ബ്രദർ ഒന്ന് കുരിശ് വരച്ച് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഇത് കുരിശ് വര തന്നെയാണ്. എന്നാൽ നമ്മൾ പാടുന്ന ഗാനത്തിലൂടെ ആ ത്രിത്വത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പാടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അങ്ങനെ ത്രിത്വം നമ്മിൽ വസിക്കുന്ന ആ അവസ്ഥയെ നമ്മളങ്ങ് അനുഭവിക്കുകയാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മുടെ ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മുതൽ കർത്താവ് ഈ ത്രിത്വത്തെക്കുറിച്ച്, ത്രിത്വം നമ്മളിൽ വസിക്കുന്നു എന്ന രഹസ്യമാണ് ഞാൻ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആരംഭം മുതൽ പറയാൻ തുടങ്ങുന്നത്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? അപ്പോൾ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഈ 3 വ്യക്തികളും അടങ്ങുന്ന ഏക വ്യക്തി നമ്മളിൽ വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം അതിൽ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കണ്ടോ, അതെന്താ അവിടെ 2 പ്രാവശ്യം പറഞ്ഞേക്കുന്നത്? അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറയുന്നത് ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുക.
എന്നിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ ത്രിത്വൈക ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഏക വഴി ഞാനാകുന്നു. എന്നിട്ട് അതാണ് 1 മുതൽ 6 വരെയുള്ള വചനം ഈശോയെക്കുറിച്ച് തന്നെയാണ്. ഈശോ പറയാണ്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അതിനുശേഷം 7 മുതൽ 14 വരെയുള്ള വചനം പിതാവിനെ കുറിച്ചാണ്. അവിടെയാണ് പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കേൾക്കുന്നവൻ ഞാനല്ല പറയുന്നത്, പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ പിതാവ്. ഇനി 3-ാമത് 15 മുതൽ 19 വരെയുള്ളത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകൻ നൽകുകയും ചെയ്യും. ഇനി അപ്പോൾ ഈ 14, 15 മുതൽ 19, 20ലാണ് ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. കേട്ടോ, അവിടെ ത്രിത്വത്തിലേക്ക് കയറി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ ത്രിത്വത്തിൻ്റെ കാര്യമാണ് 20 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. 19 പറയാണ്, 18 പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നു. ഇവിടെ ഓൾറെഡി ത്രിത്വമായി. ഇവിടെ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നത് ത്രിത്വൈക ദൈവമാണ്. അവിടുത്തെ ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ എവിടെ ജീവിക്കുന്നു? ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നു. ഞാൻ ഈശോയാണ്. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും. കണ്ടോ, ഞാൻ എൻ്റെ പിതാവിലും. അപ്പോൾ നമ്മുടെ ടാബ്ലോ ഇങ്ങനെയായിരുന്നു. ആദ്യം 2 പേരെ നിർത്തുമ്പോൾ കണ്ടോ, ഈശോയും പിതാവും, ഞാൻ എൻ്റെ പിതാവിലും. ആ 2 പേര് മാത്രമുള്ളൂ എന്ന് വിചാരിച്ചോ? ആ 2 പേര് മാത്രം ഉള്ളപ്പോൾ ഈശോയും പിതാവും മാത്രമാണ് എങ്കിൽ അവിടെ വേറെ ആരുണ്ട്? അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ പുറകുവശത്ത് ആരും കാണാതെ ഒരാളിങ്ങനെ നിന്നിങ്ങനെ കൈ കാണിക്കണേ. അതാരാ? പരിശുദ്ധാത്മാവ്. ഒരാളുണ്ട്, ആളെ കാണാൻ പറ്റണില്ല. ഞാൻ എൻ്റെ പിതാവിലും എന്ന് പറയുമ്പോൾ അവിടെ 3 പേരുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിലും എന്ന് പറയുമ്പോൾ അവിടെ 3 പേരുണ്ട്. ഇതാണ് അന്ന് കിട്ടിയ ഭയങ്കര ഒരു ഉൾക്കാഴ്ച. ഞാൻ എൻ്റെ പിതാവിലും എന്ന് പറയുമ്പോൾ അവിടെ 3 പേരുണ്ട്. ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ എന്നിലും. ഇതാണ് ആ സൗത്താപ്പൂസ എന്ന് നമ്മൾ പറയാറുണ്ട്. സൗത്താപ്പൂസ, നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. അങ്ങനെ ആ ഭാഗം മുഴുവൻ 24 വരെ ത്രിത്വത്തെക്കുറിച്ച്. പിന്നെ 25 മുതൽ 31 വരെ ത്രിത്വൈക ദൈവം നമ്മിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? പ്രധാനമാണ് അതിനകത്ത് 26-ാമത്തെ വചനം, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പഠിക്കണ മാത്തമാറ്റിക്സോ നമ്മൾ പഠിക്കണ ട്രിഗ്നോമെട്രിയോ ആ ടാൻ തീറ്റയും കോസ് തീറ്റയും ആ കോപ്ലാനാർ ഫോഴ്സസ് ഇതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ഇതെല്ലാം ഇതുമായിട്ട് നമുക്ക് ലയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ദൈവമാണ് എല്ലാത്തിൻ്റെയും കാതൽ. നമ്മുടെ ഉള്ളിൽ തന്നെ വസിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നു. നമ്മൾ ഈ ത്രിത്വത്തെക്കുറിച്ച് ഇനി ഇത് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് പിന്നീട് ഈ കാര്യങ്ങൾ പഠിക്കും. പക്ഷേ ഇന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം, വിശ്വാസം വളരുക എന്നെല്ലാം പറഞ്ഞാൽ ഈ ത്രിത്വത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയിലേക്ക് നമ്മൾ നീങ്ങണം.
ത്രിത്വത്തെക്കുറിച്ചുള്ള ഡോഗ്മ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും, അപ്പോൾ ആ ത്രിത്വത്തിൻ്റെ രഹസ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന. നമ്മളത് എത്രയും ദിവസം എടുത്ത് പഠിച്ചു. അതെല്ലാം ഒരു ത്രിത്വൈക ആരാധനയാണ്. ത്രിത്വൈക ദൈവവുമായിട്ടുള്ള വലിയ ഒരു ലയനമാണ്. അങ്ങനെ നമ്മളൊരു വ്യക്തിബന്ധമാണ് അതിൽ കടക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ വ്യക്തിബന്ധത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമ്മളുടെ ആത്മാവിലേക്ക് ഒഴുകുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ള ഡോമിനം വിവിഫിക്കാൻഡത്തിൽ കർത്താവും ജീവദാതാവും 10ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും ഒന്നിച്ചുള്ള ആ സ്നേഹം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകും. ആ സ്നേഹം ഒരു ദാനമാണ്. അത് അൺക്രിയേറ്റഡ് ലവ് ആണ്. അത് ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാവ് ആ ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ട് നമ്മിലേക്ക് ഒഴുക്കുന്നു. അപ്പോൾ ഈശോയുടെ അന്ത്യത്താഴം കഴിഞ്ഞിട്ടുള്ള ഈ 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളും ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇത് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ബൈബിളിലെ എവിടെയെല്ലാം ഏത് വചനമെടുത്താലും അതിൽ ഈ ത്രിത്വത്തെ കാണണം. നമ്മൾ ഏത് വചനമെടുത്താലും ഈ ത്രിത്വത്തെ കാണണം. ഏത് സങ്കീർത്തനം എടുത്താലും ഈ ത്രിത്വത്തെ കാണണം. അപ്പോൾ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യത്തിൽ നമ്മളങ്ങ് ലയിക്കണം. ഓക്കെ. അപ്പം ഇവിടെ പറയുകയാണ് വീണ്ടും, പരിശുദ്ധമ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ ത്രിത്വൈക ദൈവവുമായിട്ട് സഹവസിക്കുക എന്നർത്ഥം. വിശ്വസിക്കുന്നവരിൽ ദൈവം വസിക്കുന്നു. അതാണ് വിശ്വാസം. ഇനി ആ ദൈവ സഹവാസത്തിൻ്റെ, മനുഷ്യനും ദൈവവുമായിട്ടുള്ള സഹവാസം, അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നിങ്ങളെല്ലാവരിലും ഉണ്ടാകട്ടെ. സഹവാസം എന്ന് പറയുന്നത് വലിയ രഹസ്യമാണത്. ത്രിത്വം എന്നിലും ഞാൻ ത്രിത്വത്തിലും, അതൊരു ഇൻ്റർഡ്വെല്ലിംഗ് ആണ്. നമ്മൾ ദൈവം നമ്മോട് കൂടെ എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്. ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞാൽ അതർ വേ റൗണ്ട്, മറ്റ് ദൈവം നമ്മിൽ വസിക്കുന്ന അതേ സമയത്ത് നാം ദൈവത്തിൽ വസിക്കുന്നു. അതാണ്. അപ്പം യോഹന്നാൻ്റെ ആ 14-ാം അധ്യായം കഴിഞ്ഞ് 15-ൽ നോക്കൂ. 15-ൽ എന്താ പറയുന്നത്? ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളും. എന്നിട്ട് പറയാണ്, ആരെന്നിൽ വസിക്കുന്നുവോ ഞാൻ അവനിൽ വസിക്കും. കണ്ടോ, 15:5, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടും. ആരെന്നിലും ഞാൻ, ഒരു 9 പ്രാവശ്യം ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിലും ഞാൻ അവനിലും. ഈ ഇടയ്ക്ക് പരിശുദ്ധ പിതാവ് നടത്തിയ ഒരു ഹോംലിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ എവിടെയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആ ഷോർട്ട് മെസ്സേജിൽ. അതിൽ ഞാൻ പറയാറുണ്ടായിരുന്നു അതായത് ഈ മുന്തിരിച്ചെടി എന്നുള്ള ഉപമ ഈശോ എടുത്തത് തന്നെ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. മുന്തിരിച്ചെടിയിലെ എന്താണ് മുന്തിരിച്ചെടിയുടെ പ്രത്യേകത? ഈശോയ്ക്ക് ഏതെങ്കിലും ഒരു ചെടി വേറെ എടുക്കായിരുന്നില്ലേ? ചക്കച്ചെടിന്നോ, അതായത് പ്ലാവാണ് ഞാൻ, അല്ലെങ്കിൽ
മാവാണ് ഞാൻ എന്ന് പറഞ്ഞില്ല. കാരണം പ്ലാവിൽ ചക്ക തടിയിലുണ്ടാവും, വേരിലും കാക്കുമെന്ന് പറയില്ലേ, തടിയുമ ചക്ക ഉണ്ടാവും. പക്ഷേ മുന്തിരിച്ചെടിയിൽ വളരെ പ്രത്യേകത, ഒരിക്കലും മുന്തിരി അതിൻ്റെ തായ് തണ്ടിലുണ്ടാകില്ല, അതിൻ്റെ ശാഖകളിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഞാനത് പറയാറില്ല. കാരണം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, ഞങ്ങളെ കൂടാതെ ദൈവത്തിനും ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മാർപ്പാപ്പ വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞു, ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ കൂടാതെ തായ്തണ്ടിനെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. പ്രൈസ് ദ ലോർഡ്. കാരണം തായ്തണ്ടിന് തനിയെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. തായ്തണ്ടിന് ആര് വേണം? ശാഖകൾ വേണം. അപ്പോൾ അത് വലിയൊരു രഹസ്യമല്ലേ. അതുകൊണ്ടാണ് മുന്തിരിച്ചെടി എന്നുള്ള ആ ഉപമ മുന്തിരിച്ചെടിയെ ഉപമയായിട്ടെടുത്തത്. മുന്തിരിച്ചെടിയുടെ ബൊട്ടാനിക്കൽ ഫാക്ട്, അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, അത് തായ്തണ്ടിൽ ശാഖയിൽ മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. എന്നാൽ ശാഖയ്ക്ക് തായ്തണ്ട് കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരിക്കൽ ഒരു സിസ്റ്റർമാരുടെ ധ്യാനത്തിൽ ഈ മുന്തിരിച്ചെടിയും തായ്തണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 3 മണിക്കൂർ അങ്ങെടുത്തു പോയി. 3 മണിക്കൂർ. നമ്മുടെ ജീവിതത്തെ വളരെ വലിയ ഒരു ഉൾക്കാഴ്ച തരുന്ന ജീവിതമാണത്. ഇതൊരു തിയോളജി അല്ല. ത്രിത്വൈക ദൈവവും നമ്മളുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരവസ്ഥ ഇതിൽ മുഴുവനും നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ആ മുന്തിരിച്ചെടിതൻ ശാഖയാം ഞാൻ, അങ്ങനെ ഒരു ഗാനം എഴുതിയത്. നിന്നിൽ ചേർന്നു നിൽക്കുമ്പോൾ ഏറെ ഫലങ്ങൾ കാക്കുമെനിൽ. കണ്ടോ? എന്നിട്ട് എന്താണ് ഫലങ്ങൾ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. സ്നേഹം, ശാന്തി, ആനന്ദത്താൽ, ക്ഷമയാൽ, ദയയാൽ, നന്മയാൽ എൻ ഹൃദയം നിറയ്ക്കേണമേ. വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവുമേകി എന്നിൽ. ഈ പാട്ട് എഴുതിയ സമയത്ത് ആ ട്യൂണോട് കൂടി തന്നെ ഇങ്ങോട്ട് കിട്ടുകയാണ് ഇത്. ആത്മസംയമനം എന്നൊക്കെ എങ്ങനെ പാട്ടിൽ പാടണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനും പരിശുദ്ധാത്മാവ് ട്യൂണ്ടെന്നു. ആത്മസംയമനവുമേകി എന്നിൽ. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് അസാധ്യമായത് ഒന്നുമില്ല. എന്താണ്? ഈ ദൈവം നമ്മളിൽ വന്ന് വസിക്കുമ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ ദൈവം നമ്മളിൽ വന്ന് വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സത്വത്തനിമ നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. അതാണ് അങ്ങനെ നമ്മളിൽ ആ ദൈവം വസിച്ചുകൊണ്ട്, ഇതാണ് കറ്റേനാവറയിൽ വിശുദ്ധ ജോൺ ക്രിസോസ്തോം പറയുന്നുണ്ട്, സ്വർഗം ഭൂമിയിൽ, ഭൂമി സ്വർഗത്തിൽ. അതായത് സ്വർഗം മനുഷ്യരിൽ, മനുഷ്യൻ സ്വർഗത്തിൽ. ദൈവം മനുഷ്യരിൽ, മനുഷ്യൻ സ്വർഗത്തിൽ. സ്വർഗം എന്ന് പറയുന്നത് ത്രിത്വൈക ദൈവമായിട്ടുള്ള സംസർഗമാണ്. പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. ദ സെൻട്രൽ മിസ്റ്ററി, കേന്ദ്ര രഹസ്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ നല്ലൊരു ഡയറക്ഷനാണ്. നമ്മൾ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്ന് പുതിയതായി പഠിക്കൂ. നമ്മളുടെ പഠനത്തിൽ നമ്മൾ ഈ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസത്തിനെതിരായിട്ട് എന്തെങ്കിലും നമ്മളിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് വേറെ എവിടെ നിന്നും വല്ലതും വന്നതാണെന്ന് വിശ്വസിക്കരുത്. നമ്മൾ വിശ്വസിക്കേണ്ടത്
ആ ഞാൻ വിട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നടന്നൊരു സംഭവമാണ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും അത് ഭയങ്കര ഒരു ഐ ഓപ്പണറാണ്. ജർമ്മനിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ 100 പേരുണ്ടായിരുന്നു. വലിയൊരു ധ്യാനം, 100 പേരൊക്കെ ഉണ്ടാവണം അവിടെ, വലിയ കാര്യമാണ്. അപ്പോൾ അവിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, തോമസ് പോളേ, ഞാൻ 50 വർഷമായിട്ട് ഒരു കാറ്റഗിസം ടീച്ചറാണ്. ഞാൻ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ടോ, വേദപാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മാതിരി പള്ളി സ്കൂളിൽ വേദപാഠമല്ല, റിലീജിയൻ ടീച്ചർ. ആഴ്ചയിൽ 1 ക്ലാസ് 2 ക്ലാസ്സൊക്കെ ഉണ്ടാവുള്ളായിരിക്കും, എന്നാലും ഒരു റിലീജിയൻ ടീച്ചറാണ്. അതിന് ഇവിടുത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പള്ളികളിൽ വേദപാഠം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഹിറ്റ്ലറുടെ കാലത്ത് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഹിറ്റ്ലർ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചോളാം. എല്ലാ പബ്ലിക് സ്കൂളുകളിലും റിലീജിയൻ ടീച്ചിങ് കൊടുക്കണം. അതിന് ശമ്പളം കൊടുത്ത്, ഗവൺമെൻറ് ശമ്പളം കൊടുത്ത് വെച്ചിരിക്കും. എന്നിട്ട് ഹിറ്റ്ലർ എന്ത് ചെയ്തു? അതുകൊണ്ട് എല്ലാവരും ചർച്ച് ടാക്സ് തരണം. അതാണ് ഇവിടുത്തെ വലിയൊരു കാര്യം. സഭയിൽ അംഗമായിരിക്കുന്നവർ പ്രത്യേക ഒരു ടാക്സ് കൊടുക്കണം. അതിൽ നിന്നാണ് അച്ഛന്മാർക്ക് ശമ്പളവും വേദപാഠ അധ്യാപകർക്ക് ശമ്പളവും. ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. അവരെന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് നോക്കാനോ സൂപ്പർവൈസ് ചെയ്യാനോ അവരെ ട്രെയിനിങ് ചെയ്യാനോ സഭയിൽ ആർക്കും ഉത്തരവാദിത്വം ഇല്ലാതാനും. ഗവൺമെൻറ് അവരെ പഠിപ്പിക്കണോ, അതാണ് പ്രശ്നം. അപ്പോൾ അവിടെ റിലീജിയൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ റിലീജിയനും അവരറിയണം എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാനൊരു റിലീജിയൻ ടീച്ചറാണ്, പക്ഷേ തോമസ് പോളെ, എൻ്റെ മക്കൾ ആരും വിശ്വാസത്തിലല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ 50 വർഷമായിട്ടൊരു റിലീജിയൻ ടീച്ചറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വല്ല 65-70 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അത് വളരെ സീരിയസ് പോയിൻ്റാണ്, നമുക്ക് ഒരു കൗൺസിലിംഗ് നടത്താം, എന്നിട്ട് നമുക്കത് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ടോക്കിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. ടോക്കിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് കൈപൊക്കി ചോദ്യം ചോദിക്കാം, നമ്മളതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് എൻ്റെ ടോക്കിൽ ഞാൻ അങ്ങ് ഡിസ്റ്റർബ്ഡായി. ദൈവമേ, 50 വർഷമായിട്ട് റിലീജിയൻ പഠിപ്പിക്കുന്ന ഒരാളുടെ മക്കൾക്ക് ഒട്ടും വിശ്വാസമില്ല. ഡേസി. അപ്പോൾ ഞാൻ അടുത്ത ഇൻ്റർവെല്ലിൽ തന്നെ ഇയാളോട് സംസാരിക്കണമെന്ന് മനസ്സിൽ കണ്ടു. ഇയാളോട് സംസാരിക്കണം, എന്താണ് അതിന് കാരണം. അങ്ങനെ പറഞ്ഞിരിക്കെ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇയാൾ വീണ്ടും എന്നോട് ചോദിച്ചു, തോമസ് പോൾ, ഡു യു പ്രേ ട്രാൻസെൻഡൻ്റാലെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ, ആ പറയുന്ന വാക്ക് ശരിയാണെന്ന് തന്നെ എനിക്കറിയില്ല. ഏതാണ്ട് ഈ മാതിരിയാണ്, എനിക്ക് ആ വാക്ക് അത്ര അറിയില്ല. ഏതാണ്ട് ഇതാണ് അതിൻ്റെ ഇത്. നിങ്ങൾ ഇന്ത്യയിലൊക്കെ ഇത് ഒരുപാടുണ്ടെന്നാണല്ലോ അറിവ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാ ദിവസവും 3 മണിക്കൂർ ട്രാൻസെൻഡൻ്റാലെ മെഡിറ്റേഷൻ ചെയ്യും. അപ്പം എനിക്ക് പിടികിട്ടി. ഞാൻ പറഞ്ഞു, സ്നേഹിത, ദാറ്റ് ഈസ് ദ പോയിൻ്റ്. ഞാൻ അങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടേ ഇല്ല. എനിക്കതിൻ്റെ അവസ്ഥ എനിക്ക് വേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുകയും ഈശോ മിശിഹ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞപ്പോഴാണ് ഇയാളെ ശരിക്കും അപ്പം തന്നെ കാര്യം ക്ലിയറായി. നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ത്രിത്വൈക ദൈവം എന്ന് ഈ സുവിശേഷത്തിൽ ക്രിസ്തു നൽകിയിട്ടുള്ള രഹസ്യത്തിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും സംവിധാനത്തിലുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡുകൾ എന്നൊക്കെ പറയണത് പഠിപ്പിച്ചാൽ അതിൽ വിശ്വാസമില്ല. അതെന്തെങ്കിലും നമ്മൾ ചെയ്ത് അങ്ങനെ ഇരുന്ന് നല്ല രസമൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കണത്. എനിക്കറിയില്ല അതിനെ കുറിച്ച്.
3 മണിക്കൂർ ഒക്കെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിനകത്ത് കിട്ടുന്നത്? എന്നിട്ടും മക്കൾക്ക് വിശ്വാസമില്ല എന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്നത് വളരെ വലിയ കാര്യമാണ്. നമ്മൾ വേറെ ഒരു ആൾട്ടർനേറ്റ് പ്രാർത്ഥനയും അല്ലെങ്കിൽ മറ്റ് പല മതസംവിധാനങ്ങളും കൊണ്ടുവരുന്ന ഒരു രീതി അല്ല എടുക്കേണ്ടത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തെയും ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യവും നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ ശബ്ദത്തിലൂടെ തന്നെ വന്ന് ഈശോ പ്രാർത്ഥിക്കുന്ന മാതിരി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ത്രിത്വം കേന്ദ്രം. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ അത് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ എല്ലാം ഈ വിശ്വാസത്തിൻ്റെ ശുഷ്കിച്ച അവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മളോ നമ്മുടെ ജീവിത പങ്കാളിയോ ആ ത്രിത്വൈക ദൈവത്തെ ഉള്ള വിശ്വാസത്തിൽ വേരുറച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇതാണ് കാര്യം. ഉള്ള കാര്യം ഞാൻ പറയാണ്, വേറെ ഒരു മുഖപുരയില്ലാണ്ട് പറയാണ്. കാരണം ഇതിലൊരു മുഖപുര ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ വേറെ എന്തെങ്കിലും തത്വങ്ങളകത്ത് വെച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ വേരുറക്കില്ല, നങ്കൂരം അടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈശോ 14-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അസ്വസ്ഥത ഉണ്ടാവണം. എന്തുകൊണ്ടാണ്? എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അവിടെ ത്രിത്വത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഒരു ആത്മശോധന ചെയ്ത് നോക്കുക. നമ്മളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ ശുഷ്കിച്ച അവസ്ഥയുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസം പേട്ടത്തേങ്ങ എന്ന് ഞാൻ പറയാറില്ലേ, പേട്ടത്തേങ്ങ. തേങ്ങ നല്ല തേങ്ങയാണ്, കാണുമ്പോൾ ഇരിക്കും, പക്ഷേ കയ്യിലെടുക്കുമ്പോൾ അതിനകത്ത് കഴമ്പില്ല. ദർ ഈസ് നോ കണ്ടന്റ്. ഹിന്ദിയിൽ പറയും തുമാരാ വിശ്വാസ് കോട്ട ഹേ, നിന്റെ വിശ്വാസം പേട്ടയാണെന്ന് തന്നെ അർത്ഥം. അപ്പം ത്രിത്വൈക ദൈവത്തിലുള്ള ആ പൂർണ്ണമായ ഐക്യം, ഹൃദയ ഐക്യം, അതാണ് ഇന്നത്തെ പ്രവചനത്തിൽ അതെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്, എൻ്റെ വിസ്മയനീയമായ സകല കഴിവുകളും നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറെ പല സംവിധാനങ്ങളുടെയും ചിന്തയിൽ കിടക്കുന്നത് കൊണ്ട് ഈ വിസ്മയനീയത നമ്മളിൽ പ്രസരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വീണ്ടും പറയുന്നത്, പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം. ഇപ്പം ഇത് ഞാനത് പറയാൻ കാരണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്ര രഹസ്യമാണ്. ഇത് ക്രൈസ്തവ തിയോളജിയുടെ രഹസ്യമാണ്. എന്നാൽ തിയോളജിയുടെ രഹസ്യമായിരുന്നുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? നമുക്കിതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യമാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യം. ഇത് ഞാൻ പറയുമ്പോൾ ആവേശം കൊള്ളുന്നതിൻ്റെ കാരണം ഇതാണ് എൻ്റെ പ്രാർത്ഥന മുഴുവനും. ഈ 1/4 നൂറ്റാണ്ടിലധികമായിട്ട്, 25 വർഷത്തിലധികമായിട്ട് എൻ്റെ ജീവിതം ഇതാണ്. എൻ്റെ ജീവിതം ഇതാണ്. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ത്രിത്വൈക ദൈവമേ അങ്ങെന്നിൽ വാഴുന്നു. ഈ പാട്ടുകളും ഇതെല്ലാം. അപ്പോൾ ഓരോ നമ്മൾ വിശുദ്ധ കുർബാനയിലും എല്ലാം ത്രിത്വൈക ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ലിറ്റർജി, ആരാധനക്രമം എന്ന് പറഞ്ഞാൽ അത് തന്നെ ത്രിത്വൈക ദൈവ ആരാധനയാണ്. ത്രിത്വൈക ദൈവം. ഓക്കെ, അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് ഈ വാക്കിനെ പിടിച്ചുകൊണ്ടാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തിയോളജിയുടെ കേന്ദ്ര രഹസ്യമാണെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആണ്. എന്നാൽ എന്തിൻ്റെ കേന്ദ്ര രഹസ്യമാണ്? ജീവിതത്തിൻ്റെ കേന്ദ്ര രഹസ്യമാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ അടിവരയിടൂ. ജീവിതത്തിൻ്റെ കേന്ദ്ര രഹസ്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും. അതാണ് ജീവിതവും വിശ്വാസവും.
ഇനി ദൈവത്തിൻ്റെ തന്നെ അന്തസത്തെ സംബന്ധിക്കുന്ന ദിവ്യരഹസ്യമാണിത്. ദൈവത്തിൻ്റെ തന്നെ അന്തരഹസ്യം. ഇപ്പോൾ ജോൺ പോൾ അവൻ പാപ്പാപ്പയുടെ ആ കർത്താവും ജീവദാതാവെന്ന പുസ്തകത്തിൽ നിരവധി പ്രാവശ്യം പിതാവ് പറയുന്ന ഒരു വാക്കാണ് ദ ഡെപ്ത് ഓഫ് ഗോഡ്. ഹി വിൽ റിവീൽ യു ദ ഡെപ്ത് ഓഫ് ഗോഡ്. ഡെപ്ത് ഓഫ് ഗോഡ്, ഡെപ്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ തന്നെ അന്തസത്തയെ സംബന്ധിക്കുന്ന മറ്റെല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടവും. അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ തീരണമെങ്കിൽ ആദ്യം ഈ സംശയങ്ങൾ ത്രിത്വൈക ദൈവവും ആയിട്ടുള്ള സഹവാസത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ അനുഭവമുണ്ടോ, ആ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടോ? നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ പ്രാർത്ഥനയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തെറ്റിയാൽ നമ്മൾ താളം തെറ്റുന്ന, വിശ്വാസത്തിൻ്റെ താളം തെറ്റും. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഈ ത്രിത്വൈക പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. ദൈവത്തിൻ്റെ തന്നെ അന്തസത്തയെ സംബന്ധിക്കുന്ന ദിവ്യരഹസ്യമാണ് ഇത്. ഇക്കാരണത്താൽ വിശ്വാസത്തെ സംബന്ധിക്കുന്ന മറ്റെല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടവും. അതുകൊണ്ട് മറ്റെല്ലാ രഹസ്യങ്ങളും പഠിക്കണേക്ക് മുമ്പ് ഇത് ക്ലിയർ ആകണം. ഇത് എന്തോ പുരാണമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഇതൊരു പഴം പുരാണമല്ല. ഇത് കർത്താവ് ഈശോ മിശിഹ നമുക്ക് തന്ന വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടമാണ്. അവയെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണിത്. വിശ്വാസ സത്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും മൗലികവും സത്താപരവുമായ പ്രബോധനമാണ് പരിശുദ്ധ ത്രിത്വ രഹസ്യം. രക്ഷാചരിത്രം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യദൈവം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തുകയും പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെ തന്നോട് അനുരഞ്ജനപ്പെടുത്തുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്ന മാർഗത്തിൻ്റെ രീതികളുടെ ചരിത്രം തന്നെയാണ്. അതാണ് ഈശോ വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്തു ചെയ്യണം? മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരപ്പെടുവിൻ. ജോഹന്നാൻ മോഹൻദാനെ പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ. നിങ്ങൾ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരൂ. ഇതാണ് നമ്മുടെ മാമോദീസായിൽ ത്രിത്വൈക ദൈവം നമ്മളിൽ സംസ്ഥാപിതമാകുന്നതിന് മുൻപ് 2-3 ചോദ്യങ്ങളുണ്ട് അവിടെ. പിശാചിനെയും അവൻ്റെ സകല ആഡംബരങ്ങളെയും നീ തിരസ്കരിക്കുന്നുവോ? കണ്ടോ, അതാണ് അവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും മാതാപിതാക്കളും പ്രഖ്യാപിക്കുന്നു. പ്രായമായവരാണെങ്കിൽ അവരെ ബോധ്യത്തോടെ പ്രഖ്യാപിക്കുന്നു, ഞാൻ തിരസ്കരിക്കുന്നു. പാപത്തെയും പാപമാർഗങ്ങളെയും തിരസ്കരിക്കുന്നുവോ? ഞാൻ തിരസ്കരിക്കുന്നു. പിന്നെ അടുത്തതാണ് പിതാവാം പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ എന്നിട്ട് ആ ത്രിത്വൈക ദൈവം നമ്മളിൽ കൂടാരമടിച്ചു. ഇനി ആ വ്യക്തിക്ക് വാസ്തവത്തിൽ പാപം ചെയ്യാൻ സാധ്യമല്ല. വാസ്തവത്തിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ ഇനി അവൻ്റെ വളർച്ചയിൽ ഈ ത്രിത്വത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുകയും ആ കൃപാവരത്തിൽ വളരുകയും ചെയ്യണം. എന്നാലും അവിടെ ഉള്ള മറ്റൊരു കാര്യം, എന്നിരുന്നാലും ചില കാലികമായ പാപത്തിലേക്കുള്ള ചായ്വ് അനുവദിക്കുന്നത് നമ്മൾ അതിനെതിരെ നിരന്തരം സമരം ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ അതിന് നമ്മളുടെ ആ വിമോചനത്തിൻ്റെ രക്ഷയുടെ യഥാർത്ഥ തീർപ്പ് അവിടെ നടന്നു. ത്രിത്വൈക ദൈവം നമ്മളിൽ കൗദാശികമായി മുദ്രയൊട്ടിയിരിക്കുന്നു. എന്നിരുന്നാലും നമ്മൾക്ക് മറ്റു കൂദാശകൾ, അതാണ് പാപമോചന കൂദാശ. ഇപ്പോൾ ഇതിവിടെ പറഞ്ഞിരിക്കണം, എൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന 1449 പറയുന്നത്
ലത്തീൻ സഭയിൽ ഉപയോഗിക്കുന്ന പാപമോചന വാക്യങ്ങൾ ഈ കൂദാശയുടെ സത്താപരമായ ഘടകങ്ങളെ വെളിപ്പാക്കുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ പിതാവാണ് എല്ലാ ക്ഷമിക്കലിൻ്റെയും ഉറവിടം. അതാണ് ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രവർത്തനം. അവിടുന്ന് തൻ്റെ പുത്രൻ്റെ പെസഹായിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിലൂടെയും സഭയുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും വഴിയും പാപികളുടെ അനുരഞ്ജനം സാക്ഷാത്കരിക്കുന്നു. കാരുണ്യവാനായ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ മരണവും ഉത്ഥാനവും വഴി ലോകത്തെ തന്നോട് തന്നെ രമ്യപ്പെടുത്തി പാപങ്ങളുടെ പൊറുതിക്കായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് അയക്കുകയും ചെയ്തു. സഭയുടെ ശുശ്രൂഷയിലൂടെ ദൈവം നിനക്ക് പാപമോചനവും സമാധാനവും നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ നിൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഇതാണ് അബ്സല്യൂഷൻ, ഇതാണ് ആ പാപമോചന. അപ്പം ആ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ, അതാണ് ഇവിടെ പറയുന്നത്, രക്ഷാചരിത്രം, ത്രിത്വൈക രഹസ്യം, രക്ഷാചരിത്രം, പിതാവും പുത്രനും പരിശുദ്ധാത്മാ ഏകസത്യ ദൈവം തന്നെ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തുകയും ആ ത്രിത്വൈക ദൈവം തന്നെ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെ തന്നോട് അനുരഞ്ജനപ്പെടുത്തുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്ന മാർഗത്തിൻ്റെ രീതികളുടെ ചരിത്രം തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നന്ദി പറയാം. ഇത് എത്ര പറഞ്ഞാലും തീരില്ലാത്തൊരു സബ്ജക്റ്റാണ്, നമുക്കെല്ലാം അറിയാം. ആ കടലിൽ നിന്ന് കക്ക കൊണ്ട് വെള്ളം കോരി ഒഴിച്ച കഥയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ അനുബന്ധമായിട്ടാണ് തുടർന്ന് നമ്മൾ പോകുന്നത്. ആ തുടർന്നുള്ള പഠനത്തിലാണ് ഈ സൂപ്പർ നാച്ചുറൽ, അതായത് പ്രകൃത്യാതീത ശക്തി, വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത ശക്തി, അതാണ് അടുത്തത്. ദ സൂപ്പർ നാച്ചുറൽ പവർ ഓഫ് ഗോഡ്, അതിലേക്ക് വരണം. അപ്പം ഇത് അടിസ്ഥാനം ഇതാണ്. ത്രിത്വൈക ദൈവം സൃഷ്ടാവും സർവശക്തനും രക്ഷകനും ആയ ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.